ഗ്രിഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് എങ്ങനെ ഒരു മുഖം സിമ്പിൾ ആയിട്ട് വരക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൊന്ന് പറയാം. നെക്സ്റ്റ് ഈ ഒരു ആപ്പ് കയറുക എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ക്ലാരിറ്റി കുറവാണെങ്കിൽ അതൊന്നും കൂടി എൻഹാൻസ് ചെയ്യിപ്പിക്കാനാണ്. ഇതിൽ കുറെ ആഡ്സ് എല്ലാം വരും, അതൊന്നും മൈൻഡ് ആക്കാണ്ടിരുന്നാൽ മതി. കാരണം റിസൾട്ട് ഇത്രക്കും അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തരും ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ ഫോട്ടോ സേവ് ആക്കി വെക്കുക. ലാസ്റ്റ് ഒരു ആപ്പും കൂടി ആവശ്യമുണ്ട്, ഗ്രിഡ് ഡ്രോയിങ്. ഈ ആപ്പ് യൂസ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്രിഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പേപ്പർ സൈസ് ചോദിക്കൂ. ഞാനിവിടെ A5 സൈസിലാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് A5 സെലക്ട് ആക്കുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയാല് മീഡിയ പിക്കർ എന്നിട്ടുള്ളൊരു ഇതുണ്ടാവും, അത് നിൽക്കുക. എന്നിട്ട് നമ്മൾ വേണ്ട ഫോട്ടോ സെലക്ട് ആക്കിയിട്ട് ഇതേപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിന്റെ മേലിൽ ലൈൻ എന്നിട്ടുള്ള ഒരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമുക്ക് ലൈൻസ് വരും. അതിൽ നമുക്ക് ഡയഗണൽ ആക്കാം. അതേപോലെ തന്നെ സ്ക്രീൻ ലോക്ക് ആക്കി വെക്കുകയും ചെയ്യാം. ഞാൻ കുറെ ഗ്രിഡ് ആപ്പ് യൂസ് ആക്കിയിട്ട് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയതാണ് ഈ ഒരു ആപ്പ്. ഫോട്ടോ സെലക്ട് ആക്കി ഗ്രിഡ് ഇട്ട് ഇനി നമുക്ക് വരക്കാം. ഞാനിവിടെ A5 സൈസിലൊരു സ്കെച്ച് ബുക്കാണ് എടുക്കുന്നത്. ഞാൻ സാധാരണ ഈ ഒരു ഡോംസിന്റെ സ്കെച്ച് ബുക്കിലാണ് വരയ്ക്കല്. ഇതിന് റേറ്റും കുറവാണ്, നല്ല പേപ്പറുമാണ്. വരക്കാൻ 100 GSMന്റെ മേലിലുള്ള പേപ്പറാണ് നല്ലത്. നിങ്ങൾ ഈ സാധാരണ നോട്ട് ബുക്കിലൊന്നും വരക്കാണ്ട് ഇതേപോലെ തന്നെ സ്കെച്ച് ബുക്ക് വാങ്ങിയിട്ട് വരക്കാണെങ്കിൽ റിസൾട്ട് നല്ലതായിരിക്കും. ഇനി ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതേപോലെ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. 4 ഭാഗത്ത് ഇതേപോലെ ചെയ്യണം കേട്ടോ. ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നല്ല പ്രഷറിൽ ഇടാൻ പാടില്ല. അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പെൻസിലാണ് എടുക്കേണ്ടത്. HB പെൻസിലാണ് എടുക്കേണ്ടത്. ലൈൻസ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് വിചാരിച്ച പോലെ കിട്ടൂല. ഗ്രിഡ് ഇട്ട് ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇതിപ്പോ കുറെ ലൈൻ ഉണ്ട്, ഏത് ലൈനിലാണ് വരക്കേണ്ടതെന്ന് അറിയേണ്ടിയിട്ട് ഈ മേലെ കാണുന്ന 1 2 3 4 എന്നിട്ടുള്ള നമ്പർ ഇല്ല, അത് നമുക്ക് അതേപോലെ തന്നെ പേപ്പറിൽ എഴുതി കൊടുക്കുക. നമ്പേഴ്സ് എഴുതിയതിനു ശേഷം ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഒരിക്കലും ആദ്യം തന്നെ ഫേസ് പോയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പാടില്ല. ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണ്, മൂക്ക്, വായ, അതൊക്കെയാണ്. ഓരോ കള്ളിന്റെ ഉള്ളിലും എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഈ മുടിന്റെ ഭാഗമൊന്നും വലിയ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഞാൻ പറയുന്ന മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയും. ഔട്ട്ലൈൻ വരക്കുമ്പോൾ നല്ലോണം കട്ടിക്ക് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻ കേസ് അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മയക്കുമ്പോൾ അത് നല്ലോണം കാണും. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, പെൻസിൽ നല്ലോണം ഷാർപ്പായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ ഷാർപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പെൻസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ ആർട്ട് ലൈനിന്റെ പെൻസിലാണ് യൂസ് ആക്കിയത്. ഇതെന്റെ ഒരു ഫേവറേറ്റ് പെൻസിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റും വളരെ കുറവാണ്. ഔട്ട്ലൈനിൽ ഇടാൻ HB പെൻസിലാണ് നല്ലത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ വരക്കേണ്ടതെന്ന് പറഞ്ഞിരുന്ന എൻഡോടി വരെ ഇവിടെ തെറ്റിപ്പോയി. സംഭവം എനിക്കിങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് വരക്കാന്നുള്ളത് വല്ലാത്ത ടാസ്ക് ആണ്. ആദ്യം തന്നെ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിക്ക്, പക്ഷെങ്കിൽ ഞാൻ അതെനിക്ക് തോന്നലാന്നുള്ളതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് ഈ കണ്ണ് കുറച്ച് താണു പോയി. പിന്നെ മെല്ലണ ഇറേസ് ചെയ്യുമ്പോൾ അപ്പാടങ്ങ് വരക്കാൻ പാടില്ല, മെല്ലണ ചെയ്യണോ. എന്താന്ന് വെച്ചാല് നമ്മളെ പേപ്പർ ഒരു പാവം പേപ്പറല്ലേ, അപ്പൊ അതിന് വേദനിച്ചാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂല. ഫേസിലുള്ള ഓരോ സംഗതി ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടെ ചെയ്യണം, എസ്പെഷ്യലി കണ്ണ്. നമ്മളെ ഈ ഒരു ഡ്രോയിങ്ങിൽ കണ്ണ് പോയാൽ ഫുള്ളായിട്ടുള്ള ഇമേജും പോകും. ഈ ഒരു ഡ്രോയിങ്ങിൽ മാത്രമല്ല, എല്ലാ ഫേസിലും കണ്ണാണ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട്. ഞാൻ ഇത്രക്കും എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉള്ളതാണ്. ഇവിടെ ഞാൻ ഔട്ട്ലൈൻ ഇടുന്ന വീഡിയോ ചെയ്യുന്നുള്ളൂ. ഷെയ്ഡിങ് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. സംഭവം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരേണ്ടതെന്നൊന്നും അറിയില്ല. ട്യൂട്ടോറിയൽ പോലത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിൽ ക്ഷമിക്കുക. പാർട്ട് 2 എത്രയും പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.